നമസ്കാരം. ഇറാനിൽ കൂട്ടക്കുരുതി നടത്തി നെതന്യാഹു. ഇറാന്റെ സൈന്യത്തെ ചോര തുപ്പിച്ചു ഇസ്രായേലികൾ. മധ്യേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കനക്കുകയാണ്. ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായിട്ട് വടക്കൻ ഇസ്രായേലിലെ തന്ത്രപ്രധാനമായിട്ടുള്ള റാമത്ത് ഡേവിഡ് വ്യോമതാവളം ലക്ഷ്യമാക്കി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചിരിക്കുന്നു. തങ്ങളുടെ ഏറ്റവും പുതിയ ആക്രമണം ഒരു മുന്നറിയിപ്പ് മാത്രമാണ് എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതായത് IRGC പ്രഖ്യാപിച്ചതോടെ ആ മേഖലയിലെ ആശങ്ക വല്ലാതെ പടരുകയാണ് എന്നുള്ളതാണ്. ബെയ്റൂട്ടിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം എല്ലാ ചുവപ്പ് രേഖകളും ലംഘിച്ചെന്ന് ആരോപിച്ചാണ് ഇറാൻ പ്രതികാരം ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ് എങ്കിൽ മേഖലയിലെ എല്ലാ US സൈനിസ്റ്റ് കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കി കഴിഞ്ഞു. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വ്യോമാതിർത്തി അടയ്ക്കുകയും ടെഹ്റാനിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് മേഖലയിൽ വരാനിരിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങളുടെ സൂചനയാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. ഇറാൻ വിക്ഷേപിച്ച എല്ലാ മിസൈലുകളെയും തടഞ്ഞതായിട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദമുണ്ട്. ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള ലെബനനിലെ സൈനിക നീക്കം കൂടുതൽ ശക്തമാക്കുമെന്നും ഇസ്രായേൽ ആവർത്തിക്കുന്നുമുണ്ട്. ഒരു പുതിയ സമവാക്യം സ്ഥാപിക്കുവാനാണ് ഇറാൻ ശ്രമിക്കുന്നത് എന്നും എന്നാൽ അത് വെച്ചുപൊറുപ്പിക്കില്ല എന്നും ഇസ്രായേലി വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഫി ഡെഫ്രിൻ വ്യക്തമാക്കി. അതേസമയം ഇറാനെതിരെ തിരിച്ചടിക്കരുത് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന വൻ ആണവശേഖരം പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നതിനായിട്ട് ആവശ്യമെങ്കിൽ നേരിട്ടുള്ള സൈനിക നടപടിക്ക് അമേരിക്ക തയ്യാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. NBC ചാനൽ മീറ്റ് ദ പ്രസ് എന്ന പരിപാടിയിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ട്രംപ് നിർണായകമായിട്ടുള്ള ഈ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഇറാനുമായിട്ട് ഉടൻ സമാധാന കരാറിലെത്താൻ സാധിക്കുമെങ്കിൽ ആ കരാറിന്റെ ഭാഗമായിട്ട് ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ട് ആണവശേഖരണം സുരക്ഷിതമായി നീക്കം ചെയ്യാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി ട്രംപ് പറയുന്നുണ്ട്. ഇറാൻ സമ്പുഷ്ടീകരിച്ചു വെച്ചിരിക്കുന്ന യുറേനിയം ശേഖരത്തെ ന്യൂക്ലിയർ ഡസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് നിലവിലെ അമേരിക്ക ഇറാൻ സംഘർഷത്തിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സമാധാന കരാർ വിജയിക്കുകയാണ് എങ്കിൽ അമേരിക്കയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആണവശേഖരം പുറത്തെടുത്ത് നശിപ്പിക്കുവാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ ചർച്ചകൾ പരാജയപ്പെടുകയും സമാധാന കരാർ സാധ്യമാകാതിരിക്കുകയും ചെയ്താൽ ഇറാനെതിരെ കടുത്ത സൈനിക നടപടി സ്വീകരിക്കുമെന്ന കർശന മുന്നറിയിപ്പും ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇറാന്റെ സൈനിക ശേഷിയെ പൂർണ്ണമായിട്ട് തകർത്ത ശേഷം മാത്രമായിരിക്കും അമേരിക്കൻ സൈന്യം അവിടേക്ക് പ്രവേശിക്കുക എന്നുകൂടി ട്രംപ് വ്യക്തമാക്കുന്നു. ഇറാന്റെ സഹകരണത്തോടെയോ അല്ലാതെയോ ഈ ദൗത്യം പൂർത്തിയാക്കുമെന്നും എന്നാൽ അമേരിക്കൻ സൈനികർക്ക് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും ട്രംപ് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സുരക്ഷ പൂർണ്ണമായിട്ട് ഉറപ്പാക്കിയ ശേഷമേ ആണവശേഖരം നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കൂ എന്ന് കൂടി അദ്ദേഹം പറയുന്നു. അപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുന്ന അത്തരത്തിലുള്ള പ്രസ്താവനകളുടെ കൂമ്പാരമായി ട്രംപ് എത്തപ്പെടുന്നു. ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പല പ്രസ്താവനകളും ഉണ്ടാകുന്നു. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഹിസ്ബുള്ള ഭീകരർക്കെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക ആക്രമണം നടത്താൻ ഇസ്രായേലിനോട് ട്രംപ് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ലെബനനിൽ കൂടുതൽ വിനാശകരമല്ലാത്ത രീതിയിലുള്ള കൃത്യമായ സൈനിക നീക്കങ്ങൾ അഥവാ സർജിക്കൽ സ്ട്രൈക്കുകൾ കാണാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ ഇനി മുന്നോട്ട് പോകുന്നത് ഈ നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും അമേരിക്കയും തളയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ തന്നെ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായിട്ടും ആർജിച്ചുകൊണ്ട് ഒരു വലിയ കരാറിലേക്ക് എത്തപ്പെട്ടേനെ, ഈ യുദ്ധം അവസാനിച്ചേനെ. പക്ഷെ ഒരേ ഒരു ലക്ഷ്യമുണ്ട്, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പച്ചയ്ക്ക് കത്തിക്കുക എന്നുള്ളത് ഇറാന്റെ ലക്ഷ്യമാണ്. അപ്പോൾ ഇവിടെ അത്തരത്തിൽ ചില സമീപനങ്ങൾ ഇറാൻ സ്വീകരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലികൾ ഇറാനിൽ കൂട്ടക്കുരുതി നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. അത്തരത്തിൽ ഇറാനിൽ കൂട്ടക്കുരുതി നടത്തുവാൻ നെതന്യാഹുവും സംഘവും എത്തുമ്പോൾ നെതന്യാഹുവിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ചെയ്തുകൊണ്ട് നെതന്യാഹുവിനെ പിടിച്ചുകെട്ടുകയും തടങ്കലിലാക്കുകയും വധിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാനും എത്തുന്നുണ്ട്. ഇറാന്റെ സൈന്യത്തെ ചോര തുപ്പിക്കുന്ന ഇസ്രായേലികൾക്ക് മുൻപിൽ മുട്ടുമടങ്ങി കൊടുക്കാതെ ഇറാൻ വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ്. ഇറാനികളെ കൂട്ടക്കുരുതി നടത്തിയ നെതന്യാഹുവിനെ കൃത്യമായിട്ടും വധിക്കുക അല്ലെങ്കിൽ ബോംബിടുക എന്നൊരു ലക്ഷ്യം ഇറാന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. വരുന്ന മണിക്കൂറുകൾ പോലും അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. കാരണം നെതന്യാഹു യുദ്ധത്തിൽ നിന്ന് മാറാത്ത സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ആക്രമണം ഇപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ളവ ഇത്തരത്തിൽ വർഷിക്കുകയും ചെയ്യും. അത് ഇസ്രായേലിനെ ലക്ഷ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടുള്ള അത്തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഏത് തരത്തിലാണെങ്കിലും
ഇറാനിൽ കൂട്ടക്കുരുതി നടത്തിയ നെതന്യാഹുവിനെ വധിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ഇറാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇനി വരും മണിക്കൂറുകൾ എന്ന് പറയപ്പെടുന്നത് ഇസ്രായേലിനെതിരെയുള്ള വളരെ ആകാശ യുദ്ധങ്ങളാണെങ്കിലും കപ്പൽ യുദ്ധങ്ങളാണെങ്കിലും നടക്കാൻ പോകുന്ന നിമിഷങ്ങളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.